തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം എന്താണ്? വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നാളെയുടെ കാര്യം കൂടി പരിശോധിച്ചാൽ നാളെയും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ജില്ല എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? വിശദമായ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ സലീം മാലിക്. റിജിത്ത്, തെക്കൻ ജില്ലകളിലെ മഴയുടെ സാഹചര്യം വടക്കൻ ജില്ലകളിലെയും മധ്യ കേരളത്തിലെയും പോലെ രൂക്ഷമല്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അത്ര അതിശക്തമായൊരു മഴ ഇന്ന് പെയ്തിട്ടില്ല. ഇടവിട്ട് ചെറിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും അതിശക്തമായൊരു മഴയുടെ സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലില്ല. അത് മറ്റു ജില്ലകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നാളെയും സമാനമായ സ്വഭാവമാണ് തെക്കൻ ജില്ലകളിൽ ഉള്ളത്. കാരണം തെക്കൻ ജില്ലകളിലെ 4 ജില്ലകളിൽ നാളെ നിലവിലുള്ളത് യെല്ലോ മുന്നറിയിപ്പാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് മുന്നറിയിപ്പ്, അതല്ലെങ്കിൽ റെഡ് അലർട്ടുമാണ് ഉള്ളത്. സംസ്ഥാനത്തിന്റെ ആകെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അതിഗുരുതരമായ നിലയിലുള്ള മഴ സാഹചര്യമാണ് സംസ്ഥാനത്താകെ നിലനിൽക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് ഉണ്ടായിരുന്ന 5 ജില്ലകളിലും നാളെയും റെഡ് അലർട്ട് തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ അതിതീവ്രമായ മഴ തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. അതല്ലാത്ത മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഈ രാത്രിയിലും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. മാത്രമല്ല, ശക്തമായ മഴയ്ക്ക് പുറമെ അതിശക്തമായ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിടയിലാണ് മഴ മൂലം സംസ്ഥാനത്തെ 9 ജില്ലകളിൽ അവധി കൂടി നൽകിയിരിക്കുന്ന സാഹചര്യവും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കണക്കിലെടുത്താണ്. റിജിത്ത്, ശരി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തെക്കൻ ജില്ലകളിൽ പൊതുവെ വടക്കൻ ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഴയുടെ അളവ് കുറവാണ്, നാശനഷ്ടങ്ങളും താരതമ്യേന കുറവാണ്.